എനിക്കെതിരെ വളരെ തെറ്റായ അടിസ്ഥാനരഹിതമായ അസംബന്ധമായ വാർത്തകൾ ജനം ടി വിയുടെ ഭാഗത്തു നിന്ന്, അതിനുശേഷം കർമ്മ, അതിനുശേഷം ഭാരത് ലൈവ്, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ കണ്ണൂർ ജില്ലയിലുള്ള ഒരു സായാഹ്ന പത്രം സുദിനം, ഞാൻ ഇത്രയുമാണ് എനിക്ക് അയച്ചു തന്നത്. പലരും അയച്ചു തന്നിട്ടുള്ള വാർത്തകൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതങ്ങനെ പോകുമെന്നാണ് ധരിച്ചത്. പക്ഷെ അത് തുടർച്ചയായിട്ട് യൂട്യൂബ് ചാനൽ എന്നുള്ള നിലയിലും ജനം ടി വി സാധാരണ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ചാനലാണ്. അവ ഇങ്ങനെ അത് അടിക്കടി വന്ന് വീണ്ടും എൻ്റെ നാട്ടിൽ നിന്ന് പ്രത്യേകിച്ചും ഇത് അടിയന്തരമായിട്ട് ഇതിനെ സംബന്ധിച്ച് പ്രതികരിച്ചില്ലെങ്കിൽ അത് വലിയ വിഷമം ഞങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് കുറേ യൂട്യൂബ് ചാനലിൽ എനിക്കെതിരെ ഒരുപാട് വാർത്തകൾ വരാറുണ്ട്. പക്ഷേ ഞാൻ കഴിഞ്ഞ 2 ദിവസം മുൻപ് തന്നെ ഇതിനെതിരെ കേസ് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഇതിൻ്റെ വസ്തുതകളൊക്കെ ശേഖരിച്ചുകൊണ്ട് വീഡിയോ, അതുപോലെ സുദിന പത്രത്തിൻ്റെ കോപ്പി, ഇതൊക്കെ ശേഖരിച്ചുകൊണ്ട് ഞാൻ കേസ് കൊടുക്കുന്നതിന് വേണ്ടി അഡ്വക്കേറ്റിനെ ഏൽപ്പിച്ചു. പക്ഷേ ഇന്ന് വീണ്ടും, ഇന്നലെയും ഇന്നുമായിട്ട് വീണ്ടും നിരവധി പേർ എനിക്ക് ആ ചാനൽ അയച്ചു തന്നു. പ്രത്യേകിച്ച് ഭാരത് ലൈവ്, ജനം, കർമ്മ, ഇവരുടെയൊക്കെ വീഡിയോ അയച്ചു തന്നു. അതിൽ പറയുന്നത് ഏതോ ഒരു PR കൃഷ്ണൻ എന്ന് പറയുന്ന MLA ഉണ്ടത്രേ. ആ വ്യക്തിയുടെ ഭാര്യ ആയിട്ട് ഞാൻ അഭിനയിച്ച് നിയമസഭയിൽ MLA എന്നുള്ള നിലയിൽ കിട്ടേണ്ടുന്ന ഫാമിലി പെൻഷൻ ഞാൻ വാങ്ങുന്നു. ഇതാണ് വാർത്ത. ആ വാർത്ത അവതരണമൊക്കെ നിങ്ങളിന്ന് കേൾക്കണം. പെൺകുട്ടികളാണ് അവതരിപ്പിക്കുന്നത്. കേട്ടാൽ വിശ്വസിച്ചു പോകുന്ന വിധത്തിലാണ്, വളരെ വൾഗറായിട്ടാണ് അവതരിപ്പിക്കുന്നത്. വളരെ വൾഗറായിട്ടാണ്. ഇത്രയും തെറ്റായിട്ടുള്ള അടിസ്ഥാനരഹിതമായ ഒരു വാർത്ത എന്നെപ്പോലെ 50 കൊല്ലമായിട്ട് ഈ സമൂഹത്തിൽ ഞാനുണ്ട്. എന്നിട്ട് ആ പെൺകുട്ടികൾ ഒരു വാക്കിനോട് ചോദിക്കുക, ഇല്ല. ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇങ്ങനെ ചോദിക്കാതെ വസ്തുതകൾ അടിസ്ഥാനരഹിതമായിട്ട് സമൂഹത്തിൽ ഒരു പൊതുപ്രവർത്തകയെ സമൂഹത്തിനിടയിൽ നാറ്റിക്കുക, അപമതിപ്പുണ്ടാക്കുക എന്നുള്ള ആ ദുരുദ്ദേശത്തിലൂടെയല്ലേ? അല്ല ഇതിൻ്റെ പിന്നിൽ എനിക്കെതിരായ രാഷ്ട്രീയ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? കാരണം ഒരുപാട് തവണ പല ഘട്ടങ്ങളിലായിട്ട് ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള വാർത്തകൾ എനിക്കെതിരെ വന്നിട്ടുണ്ട്. ഞാൻ ഉദാഹരണം നിങ്ങൾക്കൊക്കെ അറിയാം. ഒരുപാട് കാലം ഞാൻ കമൻറ്റ് എനിക്കെതിരെ പലരും വളരെ വൃത്തികെട്ട രീതിയിൽ കൊണ്ടുവരാറുണ്ട്. തീവ്രത ഞാൻ ഉപയോഗിച്ചൊരു വാക്കല്ല. ഞാൻ ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപയോഗിച്ച വാക്കല്ല. എന്നിട്ട് എന്തോരം മോശമായിട്ടാണ്, എത്ര തവണയാണ്, ഏതെല്ലാം പേജിലാണ് എനിക്കെതിരായിട്ട് ഈ ഇത്ര വൃത്തികെട്ട വിധത്തിൽ എഴുതി എന്നെപ്പോലുള്ള ഇത്രയും പ്രായമുള്ള ഒരു സ്ത്രീക്കെതിരെ ഈ കേരളത്തിൽ കമൻ്റ് ഇട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇതിനെല്ലാം എത്രയാണ് പ്രതികരിക്കുക. ഒരു തവണയല്ല 2 തവണ ഞാൻ കേസ് കൊടുത്ത് ഒരു തവണ BJPയുടെ നേതാവ് ഗോപാലകൃഷ്ണൻ പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞു. അത് തെറ്റിപ്പോയി. ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഇല്ല, അത് തെറ്റായിരുന്നു എന്ന് മനസ്സിലായി. അന്തരിച്ചുപോയ ബഹുമാന്യനായ എൻ്റെ സഹപ്രവർത്തകനായിരുന്നു നിയമസഭയിൽ PT തോമസ് എറണാകുളം പ്രസ് ക്ലബിൽ വെച്ച് ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞു, കോവിഡ് കാലത്ത് എൻ്റെ മകന് ഓക്സിജൻ പ്ലാന്റ് ഉണ്ടെന്നും ആ ഓക്സിജൻ പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിജൻ കരിഞ്ചന്തയിൽ വിൽക്കാൻ വേണ്ടി പൂഴ്ത്തി വെച്ചിരിക്കുകയാണെന്നും അങ്ങനെ നിരവധി കുഞ്ഞുങ്ങൾ മരിക്കുകയാണെന്നും എല്ലാമുള്ള വാർത്ത വെറുതെ പറഞ്ഞതല്ല. പത്രസമ്മേളനത്തിൽ എറണാകുളം അതിൻ്റെയൊക്കെ കോപ്പി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞാനത് പയ്യന്നൂരിൽ ഒരു കേസ് കൊടുത്ത് തളിപ്പറമ്പിലുള്ള നമ്മൾ പ്രഗത്ഭനായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് മുഖേന കേസ് കൊടുത്തു. കേസ് എടുക്കാൻ വേണ്ടി പോകുന്നതിന് 2 ദിവസം മുൻപാണ് എനിക്ക് അഡ്വക്കേറ്റ് പറഞ്ഞു, അദ്ദേഹം വളരെ സീരിയസ് ആയിട്ടുള്ള നിലയിൽ അസുഖമായിട്ടാണ് ഇപ്പോൾ ചികിത്സിക്കുകയാണ്, ഇന്ന രോഗമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ തൽക്കാലം ആ കേസ് ഇപ്പോൾ എടുക്കണ്ട. പയ്യന്നൂർ കോടതിയിൽ എടുക്കാൻ വേണ്ടി പോകുന്ന സന്ദർഭത്തിലായിരുന്നു. അത് എടുക്കണ്ട, അവിടെ നിൽക്കട്ടെ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹം
ഈ ലോകത്തോട് ഇവിടെ പറയുകയും ചെയ്തു. എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു എൻ്റെ മകനെ ഒരു പ്ലാന്റ് പോയിട്ട് എന്തെങ്കിലും ഒരു വസ്തുതയുടെ കുലബന്ധം പോലും ഉള്ളതല്ലേ? ഇങ്ങനെ ഒരു എം എ ഒരു വലിയ സ്ഥാനത്തിരിക്കുന്നു. അദ്ദേഹം MP ആയിരുന്നു, എൻ്റെ സഹപ്രവർത്തനായിരുന്നു, MLA ഹോസ്റ്റലിൽ ഞങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തും റൂമിലായിരുന്നു. എന്നിട്ട് പോലും എന്നോടൊന്നും ചോദിക്കാതെ എൻ്റെ മകന് ഓക്സിജൻ പ്ലാന്റ് ഉണ്ട്. അതുപോലെ ഒരു വാർത്ത ഏതോ ഒരു MLA അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചു, പാലക്കാട് ആരെങ്കിലും അങ്ങനെ MLA ഉണ്ടോ? ഇല്ല. തൃശ്ശൂരുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ആരാണ് ഈ കൃഷ്ണൻ എന്ന് പറയുന്ന ആൾ? എനിക്കറിയില്ല. അങ്ങനെ ഒരു MLA ഭാര്യയായിട്ട് ഞാൻ ഫാമിലി പെൻഷൻ വാങ്ങുക എന്നൊക്കെ പറയുമ്പോൾ, പ്രചരിപ്പിക്കുമ്പോൾ എത്ര ഞാൻ 17 സ്കൂൾ മുതൽക്ക്, പ്രത്യേകിച്ച് അധ്യാപക രംഗത്ത്, അതിനുശേഷം 10-50 കൊല്ലമായിട്ട് നിങ്ങൾക്കൊക്കെ അറിയാം എന്നെക്കുറിച്ചാണ് ഇങ്ങനെ ഞാൻ പിന്നെ പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നു, എന്തൊക്കെയാണ് അതിൽ പറയുന്നത്. നിങ്ങളെല്ലാം ചെറുപ്പക്കാരാണല്ലോ, നിങ്ങൾക്കെല്ലാം അമ്മമാരുണ്ടല്ലോ, എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? എത്ര വൃത്തികെട്ട രീതിയിലാണ് ഈ പ്രചരണം നടക്കുന്നത്. അത് ഏതായാലും ഇത്രയും കൊള്ളരുതാത്ത, ഇന്ത്യക്ക് പുറത്തും ലോകത്തിലെമ്പാടുമുള്ള മലയാളികൾ കാണത്തക്ക വിധത്തിൽ ഈ യൂട്യൂബ് ചാനലുകൾ ഉപയോഗിച്ച് എന്നെപ്പോലെ ഒരു വ്യക്തിയെ ഈ രൂപത്തിൽ അധിക്ഷേപിക്കുമ്പോൾ നിങ്ങളാരും പ്രതികരിക്കുന്ന, നിങ്ങളാരും ചോദിച്ചിട്ടുമില്ല. എന്നോട് ആരും ചോദിച്ചില്ല ഇതുവരെ എന്താണ് വസ്തുത. ഏതെങ്കിലും ഒരു പത്രക്കാരൻ അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തക എന്നോട് ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചു ഈ കഴിഞ്ഞ 2-3 ദിവസം. ആരും ചോദിച്ചില്ല.